ഹലോ ഗൈസ്, ഇത് നമ്മുടെ ജെൻസി ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടാങ്കിൻ്റെ ക്ലീനിങ് ആണ്. വലിയ ടാങ്കിൻ്റെ ക്ലീനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങാം. ആദ്യം നമുക്ക് മീനിടാനുള്ള ബക്കറ്റും സാധനമൊക്കെ വെച്ചാക്കാം. അതിനുള്ള ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നോക്കാം. വെള്ളവും നടക്കുന്നില്ല. അടുത്തതിനെ മീനൊക്കെ ചാടിക്കും. വലിയ ഡാങ്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണെന്നാണ് തോന്നുന്നത്. ഫുള്ള് അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊന്ന് പറയാട്ടോ. ചെവറേനൊക്കെ പിടിക്കണം ഈസിയാണ്. പക്ഷെ ചെമ്പല്ലിയ ഫുള്ള് വെള്ളമാണ് പേടിയുണ്ട്. ഇത് ഉണ്ടാക്കാതെ തന്നെ ഇതിൻ്റെ അകത്തൊരു വാൽവ് ഫിറ്റ് ചെയ്ത് തരണം. വാൽവ് തുറക്കണം. ഇത് വെച്ച് തുറക്കണം. തുറന്നാണ് തോന്നുന്നത്. ഇപ്പൊ തുറന്നു. നെറ്റ് മാറ്റം. കുറച്ചേരം എടുക്കും. വെള്ളമൊക്കെ ഇങ്ങനെ പോയി വരാൻ. വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിട്ടത്. ഇവിടെ കിടക്കുന്ന നമ്മുടെ ആമ വേറെയൊക്കെ മേടിച്ചോണ്ട് വന്നപ്പോൾ നല്ല ചെറുതായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ചെമ്പല്ലിനൊന്നും കാണാൻ പോലും കിട്ടുന്നില്ല. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിനെ കാണുന്ന പോലും ഇല്ല. ഒരു ചെറുത് ഉണ്ട്. അതിപ്പടി ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. നേരത്തെ നോക്കിയപ്പോഴും ഉണ്ടായിരുന്നു. വെള്ളം കുറയുന്നുണ്ട്. അത്യാവശ്യം ചെയ്യുന്നതിന് കുറയുന്നുണ്ട്. നമ്മുടെ ആമസാരത ഇവിടെ കിടക്കുകയാണ്. പിടിച്ചാൽ കിട്ടുന്നില്ല ഞാനിപ്പോൾ. ആളെ പിടിച്ചു നിർത്താൻ ഭയങ്കര പാടാണ് ഗൈസ്. ഉള്ളി വെള്ളത്തിൻ്റെ അതൊരു ചാടി. നമ്മുടെ ക്യാമറയൊക്കെ നല്ല ഇതായിട്ട് കിടക്കും. ആമസാറിനെ പിടിച്ച് നമുക്ക് പുറത്തോട്ട് വെക്കാം. നമ്മൾ ആമസാറിനെ ഫസ്റ്റ് തന്നെ മാറ്റി വെക്കും. നല്ല കൊതുകുണ്ട് ഗൈസുകളെ. വെള്ളം നിറച്ച് വെക്കരുത്. ഇതാണ് നമ്മുടെ ആമസാർ. ഇത് വേണ്ട. ഇത് ഈ ആമേനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടത് ഞങ്ങളുടെ 2 ആൻറ്റിമാർ കണ്ടായിരുന്നു. ആ ആൻറ്റിമാർ പറഞ്ഞ ആമേൻ്റെ വീഡിയോ ഒന്നും യൂട്യൂബിൻ്റെ അകത്ത് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ കേസാണ് പോലീസുകാർ വന്നത്. ഇതിപ്പോൾ ഇട്ടെന്നേ ഉള്ളു. ആ ആൻറ്റി, ഒരാൻറ്റീൻ്റെ പേര് ലീലാ ആൻറ്റി എന്നും ഒരാൻറ്റീൻ്റെ പേര് റാണി ആൻറ്റി എന്നാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം അവരുടെ. അതൊക്കെ ചെന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് ആമസാറ് നമുക്കിട്ട് പണി തരുമെന്ന് ആർക്കറിയാം. ചെക്കൻ എന്തായാലും നല്ല പവറാണ്. ഇട്ടൊക്കെ ഉണ്ട് വെള്ളത്തിലോട്ട്. ഇനി ഇത്രയും പറ്റി വെള്ളം ഇത്രയും പറ്റി വേഗം തന്നെ പറ്റുന്നുണ്ട്. ഇവിടെ ചെമ്പല്ലിനെ കാണുന്നില്ല. ചെമ്പല്ലി ഉണ്ട്, ഒരെണ്ണമുണ്ട്. പിന്നെ വേറെ എന്തോരെണ്ണം കൂടി കിടന്ന് കറങ്ങുന്നുണ്ട്. അതെന്ത് മീനാണെന്നാണ്. അത് നമ്മുടെ ഗവറയാണ് ഗൈസ്. മറ്റേമാര് ഇനി നമ്മൾ ഗവറേനെ പിടിക്കണ ചെമ്പല്ലിനെയൊക്കെ പിടിക്കണ ഭയങ്കര പാടാണ്. നല്ല ഓട്ടമാണ്. വെള്ളം ശരിക്കും പറ്റേണ്ട കാര്യം.
ഇവന്മാർ കൊത്തും നല്ല കുത്തു കിട്ടുന്നു ആക്കിയിടാം. വളം നല്ല ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. നല്ല ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇത്ര കുറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിനി വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഈ വെള്ളം ഫുള്ള് ഇറങ്ങിപ്പോണ്ടേ വരും. ഇറങ്ങുന്നുണ്ട്, അത്യാവശ്യം വേഗത്തിൽ തന്നെ ഇത് ഇറങ്ങണം. എന്നാലും ഓടി കളിക്കുന്നുണ്ട് എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ സാധനം. പിന്നെ ഇത്രയൊക്കെ ഉള്ളു. ഇനി വരും. ഇനി പൂമീനെന്ന് പറയണ ഒരു മീനുണ്ട്. ആ മീൻ ഇനി മീനൊക്കെ വരും. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇനി ഇതിൻ്റെ അകത്ത് മീനെ കിട്ടും. ഒരെണ്ണം അതിനെ പോയി ഞാൻ എടുക്കണം. ഞങ്ങളുടെ അതിവിടെ കായലിലും തോട്ടിലും ഒക്കെ വളരണ മീനാണ്. പേര് പൂമീനെന്നാ. നിങ്ങളുടെ അവിടെ എന്ത് പേരാണ് പറയണേന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വരാൽ, ഇത്ര ഉള്ളൊരു വരാലും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി എടുക്കണം. കൂട്ടുകാരൻ്റെ കയ്യിൽ കിടക്കായിരുന്നു. അതെന്ത് പരിപാടിയാണെന്നറിയില്ല. പുതിയതായിട്ട് കുറച്ച് മീനെ മേടിച്ചിട്ടുണ്ട്. അത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് നേരം എടുക്കും. വെള്ളമൊക്കെ വറ്റി കുറച്ചൊരു വറ്റില്ലെങ്കിൽ ഒരൊക്കെ എടുക്കും. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേറൊക്കെ കുടുങ്ങിപ്പോയി. അതിൻ്റെ വെള്ളം പോണ ഭാഗത്തോട്. ഇതാണ് നമ്മളെ വെള്ള കവർ. ഇത് പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് ഇവനെ. ഇത്ര സൈസായിട്ടുള്ളൂ. ഇത് കൊച്ചതാണിത്. ഇത്ര ഇതിനെക്കാട്ടും കുറച്ച് വലുപ്പത്തിൽ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ അകത്ത് കിടക്കണ വേറെ കവറ. ഇപ്പം കുറച്ചുകൂടി വലുതായി കാണുമെന്നൊരു ഊഹം. അതിനൊക്കെ പിടിക്കണമെങ്കിൽ വേറെയൊക്കെ വെള്ളം ഇല്ലേലും നല്ല ഓട്ടമുണ്ട്. ഇത് കുറച്ച് കൂടിയ സാധനമാണ്. ഉണ്ടോ? കുറച്ച് കൂടിയ കവറാണിത്. ഇനി അതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കാം. ഇനി നമ്മുടെ ഏറ്റവും ഒരു ഗവരയുണ്ട്. അതാണ് നമ്മൾ ആദ്യം മേടിച്ച സാധനം. കണ്ട കരിമീനൊക്കെ കണക്കിരിക്കും, പക്ഷെ ഗവറയാണ്. അവൻ കുറച്ചുകൂടി വലിപ്പം വെച്ചിട്ടുണ്ട്. ഇതിനെക്കാട്ടും ചെറുതായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ ഇവനെ കാണാനൊരു കറുപ്പും റെയിൻബോ ഒക്കെ കളർ മിക്സഡാണ്. ഓക്കെ, ചാടി തറയിലോട്ട് ചാടി. ഓ, ഈ ഗവറക്ക് ഭയങ്കര ഇതാണ്. നമ്മുടെ ടാങ്കിലൊക്കെ നേരത്തെ തൊട്ട് കിടക്കാൻ തുടങ്ങിയത് കാരണം. എങ്ങനെയുണ്ട് ഇത് നോക്കിയിട്ട്? ഇത് ഭയങ്കര ആക്റ്റീവാണ് ഈ സാധനം. കുറച്ച് കൂടി ഇപ്പം കിടക്കണ മീനെല്ലാം ഗവറകളാണ്. പിന്നെ അത് നമ്മുടെ ആമീൻ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആൻറ്റീൻ്റെ പേരും പേര് പറഞ്ഞല്ലോ, ഫോട്ടോ ഒക്കെ ഞാൻ അയച്ചുതരാം. ആൻറ്റിമാർ ഇത് കാണുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ അടുക്കൽ പറയാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിനെക്കാട്ടും ഇത് നമ്മുടെ ചെമ്പല്ലിയാണ് ഇപ്പം പിടിച്ചോണ്ടിരിക്കണം. ചെക്കൻ ഭയങ്കര ഇതാണ്. ചെമ്പല്ലീനൊക്കെ പിടിക്കുമ്പോൾ കണ്ട ഇങ്ങനെ തലയൊക്കെ അതിൻ്റെ ചെകിളയൊക്കെ പിടിക്കണം. അപ്പം അനങ്ങല. ഇതിനെക്കാട്ടും വലിയ ഒരെണ്ണം നമ്മുടെ ഈ കിടപ്പുണ്ടായിരുന്നു, പക്ഷെ അതിനെ കാണുന്നില്ല. ഇവിടെ പോയെന്നാണ് അറിയാം. പിന്നെ രണ്ട് പിറാന ഉണ്ടായിരുന്നു. രണ്ടിനെയും കാണുന്നില്ല. എവിടെ പോയതെന്തോ.
നമ്മളെ കിടക്കുന്ന കുറച്ച് മെറ്റിൽ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ പെറുക്കി എടുത്തോണ്ടിരിക്കുന്നത്. ഇതൊക്കെ പെറുക്കി എടുത്ത് ഇതാക്കണം മണ്ണൊക്കെ കാണും. എല്ലാം പോകുന്നില്ല, അഴുക്ക് പറ്റിക്കിടക്കരുത്, പോകുന്നില്ല. ഇപ്പോഴാണ് വെള്ളം ശരിക്കും പോകാൻ തുടങ്ങിയത്. വേറെ അഴുക്ക് കിടക്കരുത്, പോയില്ലായിരുന്നു. ഇപ്പോഴാണ് പോകാൻ തുടങ്ങിയത് കുറച്ചുകൂടി. കണ്ടാ നേരത്തെ മുതൽ കണ്ടാ ചുഴി കണക്കിന് വെള്ളം പോണ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട്, പൊളിക്കും നമ്മൾ. ലാസ്റ്റിൻ്റെ അകത്ത് വെള്ളം അടിച്ചിട്ടൊരു കിടപ്പുണ്ട്, അത് പരമസുഖം. അതിടയ്ക്ക് മെറ്റിൻ്റെ സാധനമൊക്കെ ഒന്ന് മാറ്റട്ടെ. എന്നെക്കാട്ടുമൊക്കെ ആഗ്രഹം എൻ്റെ അനിയത്തിക്കാണ് ഇതിൽ കുളിക്കാൻ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആൻറ്റിമാരുടെ പേര് ഞാൻ പറഞ്ഞു. ഇനി ഫോട്ടോ ഞാൻ അയച്ചു തരാം, ഞാൻ വീഡിയോക്കകത്ത് ഇട്ടോളാം. ഞാൻ നിറയെ മണ്ണ് ഇതൊക്കെയാണ് ഗൈസ്. ഇനി കോരി കളയണം. ഇനി അടുത്ത നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആ സമയത്ത് ഇടണ വീഡിയോയിൽ ഞങ്ങൾ ഫോട്ടോയും ഇടണമായിരിക്കും. അപ്പോൾ ഈ സാധനമൊക്കെ വെച്ചാൽ ഞങ്ങൾ അഴുക്ക് അടിച്ചു കളയണം. നിറയെ മണ്ണുണ്ട്. ഈ നെറ്റ് പുറത്ത് വലിയൊരു നെറ്റാണ് ഇട്ടിറങ്ങുന്നത്. ഈ നെറ്റ് കൊണ്ടുവരണതിന് മുമ്പ് വെറുതെ ഇട്ട് കിടക്കരുത്. പിന്നെ കുറേ ഇലകളൊക്കെ പെറുക്കി മാറ്റിയായിരുന്നു. കുറേ ഇലകളൊക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. ഇതിന് ക്ലീൻ ആക്കണമെങ്കിൽ ഇത് ഫുള്ള് അതിൻ്റെ അകത്ത് കിടക്കുന്ന മണ്ണാണ്. ഇനി ഇതൊക്കെ കോരി കളഞ്ഞ് ഞങ്ങളുടെ അമ്മേൻ്റെ അനിയത്തിയൊക്കെ ഇങ്ങോട്ട് വന്നായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് മറ്റേ അപ്പം ഇതൊക്കെ കോരി കളഞ്ഞ് ലാസ്റ്റ് ചേരാം. ഞാനിതിൻ്റെ അകത്ത് പുറത്ത് കിടക്കണ വലയ എന്തെങ്കിലുമൊക്കെ വെച്ചാണ് ചിരണ്ടി കളയണം. അപ്പോൾ അത് കണക്കിനാണ് ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. എന്നാണ് പേര്. ഞങ്ങളുടെ ചേട്ടനും ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ. അതൊക്കെ കുടുംബം ഫുള്ള് യൂട്യൂബ് ചാനലാണ്. അവരൊക്കെ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിന് മുമ്പേ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ അകത്ത് കൊണ്ട് ഒഴിക്കുക. അപ്പം അതിൻ്റെ അകത്തുള്ള കുറച്ചുകൂടി അഴുക്ക് പോയി കിട്ടും. പിന്നെ ഞങ്ങൾ പുതിയ വണ്ടി എടുത്ത് വണ്ടി കണ്ട ഞങ്ങളുടെ പുതിയ ഇതാണ് പുതിയതായിട്ട് ഞങ്ങളെടുത്ത ഇലക്ട്രിക് സ്കൂട്ടിയാണ്. പുതിയ വണ്ടി ഞങ്ങളുടെ എങ്ങനെയുണ്ട്? നല്ല അടുത്തൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ഇത് ഞങ്ങൾ ഓടിക്കാൻ അതും കൂടെ കാണിക്കും. ഇത് കൊണ്ടുവന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഓടിക്കാൻ പഠിച്ചത്. അധികമൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും ഇത് ഓടിക്കാൻ പഠിച്ചു. റോഡേ കൂടെ ഒക്കെ ഓടിച്ചത്. ഇപ്പോൾ വെള്ളം നിറഞ്ഞു കഴിച്ച് നമുക്ക് ഇനി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ എന്ത് പേര് വിളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതാ മതി കേട്ടാ. ഗൈസ് എന്ന് വിളിക്കണോ, കൂട്ടുകാരന്മാരെ വിളിക്കണോ, അതോ ചങ്ങായിമാരെ
വിളിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ടാങ്കിനകത്ത് നിറയെ അഴുക്കാണ്. ആ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെ ഒരു മാസമൊക്കെ അയക്കണം. ഞാൻ 1 മാസം കൂടുന്നവരും ക്ലീൻ ചെയ്യും. അങ്ങനെയാണ്. എൻ്റെ അമ്മയും വൃത്തിൻ്റെ കൂട്ടത്തിലാണ്, ഞാനും വൃത്തിൻ്റെ കൂട്ടത്തിലാണ്. എൻ്റെ അമ്മ ഇന്ന് പറഞ്ഞു ക്ലീൻ ചെയ്തിട്ടുണ്ടായെന്ന് പറഞ്ഞു. ഈ വെള്ളമൊക്കെ വലിച്ചു കളയണം. ഞങ്ങൾ ഇനി ഇത് പൂട്ടാൻ പോയി, ഇത് ഈ വെള്ളം പോയി കഴിഞ്ഞിട്ട് ഒന്നുകൂടി പൂട്ടണം. ഇതൊന്നുകൂടെ പൂട്ടിയിട്ട് 2-3 പ്രാവശ്യം വെള്ളം ഒഴിക്കണം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് തേച്ച് കഴുകണം. സൈഡും എല്ലാം ഈ വെള്ളം എല്ലാം പോയി കഴിഞ്ഞിട്ട് ഒന്ന് അടക്കണം. ഇതിൻ്റെ സൈഡ് ഫുള്ള് മരമായത് കാരണം നിറയെ എല്ലാം വന്ന് വീഴും. ഞങ്ങളുടെ തൊട്ടടുത്താണ്, ഇതിൻ്റെ തൊട്ടടുത്തൊരു മരമാണ് നിൽക്കണം, മാവാണ് നിൽക്കണം. ആ മാവിലാണ് നിറയെ ഇത്തിരി കണ്ണിയും. അതിൻ്റെ അകത്തുനിന്നുള്ള ഇലയാണ് കൂടുതൽ വീഴണം. എൻ്റെ ആഗ്രഹം ഈ ഇലക്ട്രിക് സ്കൂട്ടിയൊക്കെ നല്ലതാണെങ്കിൽ കിടുക്കനായിട്ട് ഓടിക്കണമെന്നാണ്. പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടി എടുത്ത് കഴിഞ്ഞാൽ കാലാകാലം സ്ഥലത്ത് കടിക്കുമെന്നാണ് പറഞ്ഞിരിക്കണം. എന്നാലും ഓടിക്കാൻ തരും കേട്ടോ. ഞങ്ങൾ ഓടിച്ച് പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എനിക്കെടുത്ത ഇലക്ട്രിക് സ്കൂട്ടി ആണ്. പിന്നെ ഇവന് കൊടുത്തന്നേ ഉണ്ട്. വെറുതെ പറഞ്ഞു എനിക്കായിട്ട് ഇവിടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് 18 വയസ്സ് കഴിഞ്ഞിട്ട്. എന്നാലും ഓടിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഇന്നലെയും കൂടെ ഓടിച്ചതേ ഉള്ളായിരുന്നു. ടാങ്കി വെള്ളമില്ലെന്ന് പറഞ്ഞു. മോട്ടറൊന്നും ഓൺ ചെയ്യും. ടാങ്കി വെള്ളമില്ല. ടാങ്കില് വെള്ളം തീർന്നു പോയി. ഇനി അനിയത്തിനൊക്കെ പറഞ്ഞ് വെള്ളം ഓൺ ചെയ്യാൻ പറഞ്ഞു. സാധാരണ ചേട്ടനാണ് ക്യാമറയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യണം. ഇന്ന് എൻ്റെ അനിയത്തിയാണ് ക്യാമറയൊക്കെ പിടിച്ചിരിക്കുന്നത്. അത് കാരണം കുറച്ച് അനുസരണ കുറവൊക്കെ ഉണ്ട്. അത് കാരണം എനിക്ക് കുറച്ച് കലിപ്പും കയറുന്നുണ്ട്. ഗൈസ്, ഞാൻ പോയി ഞങ്ങളുടെ കട കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിന് മുമ്പേ ആ മോട്ടർ ഒന്ന് പോയി ഓൺ ചെയ്തേ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കട. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ കട. ഇതാണ് ഞങ്ങളുടെ അമ്മാമ്മേനെയാണ് കട ഇരുത്തിയേക്കുന്നത്. ശരി, ടാങ്കിൻ്റെ അടുത്തോട്ട് പോവാം. ഇതൊക്കെ എൻ്റെ ചേട്ടൻ നട്ടുപിടിപ്പിച്ച ചെടികളാണ്. ഇത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒടിച്ചുകൊണ്ട് വന്ന ചെടികളൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അമ്മേനെ അച്ഛനെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പനെ കാണിക്കാന്ന് പറഞ്ഞപ്പോ അപ്പന് ഈ വീഡിയോയിൽ കയറുന്നതിന് അലർജിയാണ്.
ഞാൻ ഇന്നലെ പറഞ്ഞു അപ്പൻ സ്കൂട്ടി ഓടിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പ പറയുവാണ് എനിക്ക് വീഡിയോയിൽ കയറുന്ന അലർജിയാണെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ അപ്പ അറിയാതെ കാണിച്ചു തരാം. മോട്ടർ ഓഫ് ചെയ്താൽ മതിയോ? ഇപ്പൊ തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പാതിയിൽ കൂടുതൽ പണി ഞാനായിരിക്കും എടുക്കണ്ടേ തന്നെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ള ആരും ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങുകയും ഒന്നും ചെയ്യല. എൻ്റെ അമ്മ തന്നെ ഒരു ജീവികളെ അധികം ഇഷ്ടപ്പെടാത്ത ഇതാണ്. അമ്മക്ക് കോഴി, ആട്, അങ്ങനത്തെ മീൻ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഇത് ഇപ്പൊ തന്നെ ഞാൻ ചെയ്യണതിന് അമ്മേനെ കാണിക്കാതെയാണ് ചെയ്യുക. അമ്മേനെ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എനിക്കൊരു രണ്ടെണ്ണം കിട്ടേണ്ട സമയം കഴിഞ്ഞു. എന്റെ അനിയത്തി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞാനതൊന്ന് കേക്കട്ടെ ഗൈസ്. എന്തുവാണ് അത് പറഞ്ഞപ്പോ, വീഡിയോയിൽ പറഞ്ഞപ്പോ അവൾക്കൊന്നും പറയാനില്ല. എടി മറ്റേ നെറ്റ് കിടപ്പുണ്ടോ? മറ്റേ ബ്രിസൽ സാധനം ടാങ്ക് കയറണം അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും മുഴുവൻ പണിയും എടുക്കണ്ട. മുഴുവൻ പണിയും ഞാനായിരിക്കും വേസ്റ്റ് ചെയ്യണം. അവള് എന്നെ കൂട്ടാതെ പോയാണ്. നെറ്റ് കിട്ടി. ഞാൻ നെറ്റൊക്കെ എവിടെയെങ്കിലും ഇടുകയാണെങ്കിൽ തറയിലൊക്കെ കാണുക. എൻ്റെ നെറ്റ് ഇത് വെച്ചാണ് ഒരൊക്കെ. നമ്മൾ സോപ്പൊന്നും ഇടാൻ നിൽക്കുന്നില്ല. സോപ്പൊക്കെ ഇട്ടിട്ട് വേണം ഇനി മീനൊക്കെ ചത്തുക. എന്നാലും നമ്മുടെ ഫ്രിഡ്ജ് ബോക്സൊക്കെ ഞാൻ സോപ്പൊക്കെ ഇട്ടാണ് ചെയ്യാറ്. പക്ഷേ ഫ്രിഡ്ജ് ബോക്സ് നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കണം. എന്നാലും ഞാൻ അപ്പനും അമ്മ പിന്നെ ഉണ്ട്. അപ്പന് വീഡിയോയ്ക്ക് കയറാൻ അലർജിയാണ്. എന്നാലും ഞാൻ ശ്രമിക്കാം കാണിച്ചു തരാം. അപ്പം കാണാതെ ചെയ്യാം. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം ചെയ്യണം ഞാനാണ്. കാരണം അമ്മേൻ്റെ വായിരിക്കണത് എപ്പോഴും കേൾക്കണം ഞാൻ. ഗൈസ്, ഇതിൻ്റെ അത് ഫുൾ അഴുക്കാണ്. നമ്മൾ വിചാരിക്കണ കണക്കിനല്ലേ ഇത്. ഒരച്ചാലൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരി അഴുക്കാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള കൊതുക് കടിക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം മുട്ടുകുത്തി നിന്നിട്ടാണ് ആദ്യോളം അഴുക്ക് കളയണം. അന്നേ ഗൈസ്, ഞാനിവിടെ വെച്ച് ഇത് ചെയ്യട്ടെ. എൻ്റെ അനിയത്തി കൊണ്ട് എൻ്റെ അച്ഛനും അമ്മേനെയും കാണിച്ചു തരും. അന്ന് ശരി, കണ്ടിട്ട് വാ. ഗൈസ്, നമുക്ക് അമ്മേനെയും അച്ഛനെയും കാണാം. ഇതാണ് ഞങ്ങളുടെ വീട്. അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്കൊന്ന് കയറാം. ഇതാണ് എൻ്റെ ചേട്ടൻ്റെ പരീക്ഷണ മുറി. ഇതെൻ്റെ റൂമായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ ഇതിനകത്ത് കട്ടിലൊന്നും ഇടാത്തതുകൊണ്ട് പരീക്ഷണ മുറിയാക്കി. ഇതാണ് ഞങ്ങളുടെ ഹാള്. ഞങ്ങളുടെ അടുക്കള, ഞങ്ങളുടെ ബെഡ്. എൻ്റെ അമ്മാമ്മയുടെ ബെഡ്റൂമാണ് ഗൈസ്, കണ്ടോളൂ. ഇനി എൻ്റെ അപ്പാനെയും അമ്മേനെയും കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാവേ.